റാം നാരായൺ റാം. മനുഷ്യൻ റാം നാരായൺ റാം എന്ന നാമം ആഹ്വാനിക്കുമ്പോൾ അവൻ ബ്രഹ്മാണ്ഡത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും ഒരേ സമയം ആഹ്വാനിക്കുന്നതായിരിക്കും. ലോകത്ത് അനവധി ദേവതകളുണ്ട്. അവരെയെല്ലാം ഒരേ സമയം ആരാധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മഹാഗുരു ബാലക ബ്രഹ്മചാരി ജി റാം നാരായൺ റാം എന്ന ബീജമന്ത്രം ബ്രഹ്മാണ്ഡത്തിന് നൽകിയത്. അതിലൂടെ ജനങ്ങൾ ഈ മന്ത്രം ജപിച്ച് ബ്രഹ്മാണ്ഡത്തിലെ എല്ലാ ശക്തികളെയും ആഹ്വാനിക്കാവുന്ന വിധത്തിൽ. ജനങ്ങൾ റാം നാരായൺ റാം ജപിച്ചതുകൊണ്ട് എനിക്ക് എന്ത് ഗുണമുണ്ടാകും എന്ന ചിന്ത ഒരിക്കലും വയ്ക്കരുത്. അവർ ലാഭം നോക്കാതെ സത്യസന്ധതയോടെ ഈ നാമം ജപിക്കണം. അതിലൂടെ അവരുടെ മനസ്സ് വിവേകം ഉണരുകയും കാൽ മുതൽ തലയെ ഉള്ള എല്ലാ ചക്രങ്ങളും ജാഗൃതമാകുകയും ചെയ്യും. മനസ്സിന് എവിടേക്കാണ് പോകാൻ ആഗ്രഹമോ, ഏത് ഗ്രഹത്തിലേക്കാണോ പോകണമെന്നുണ്ടെങ്കിൽ അത് ആ ദിശയിൽ സഞ്ചരിക്കും. ശരീരം വിട്ട് അവിടെ പോകുകയും പിന്നീട് വീണ്ടും ശരീരത്തിലേക്ക് മടങ്ങുകയും ചെയ്യാം. റാം നാരായൺ റാം ജപം ചെയ്താൽ നിങ്ങളുടെ ചൈതന്യവും വിവേകവും ഉണരും. നല്ലത് തെറ്റെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. ഈ ജപം നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാം. ഇതിലൂടെ മാനസിക വിഷാദം അകറ്റാനും കഴിയും. മനുഷ്യൻ പ്രകൃതിയുടെ നിയമങ്ങൾ അംഗീകരിക്കേണ്ടത് ഗ്രന്ഥങ്ങളിലിരിക്കുന്ന എഴുത്തുകൾക്ക് അടിമയാകേണ്ടതില്ല. കാരണം അവയെല്ലാം മനുഷ്യർ തന്നെയാണ് രചിച്ചത്. അവയെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ഭഗവാൻ എല്ലാവരിലും ആണ്. മണ്ണിലെ ഓരോ കണത്തിലും കാറ്റിലും വെള്ളത്തിലുമെല്ലാം എല്ലായിടത്തും നിലകൊള്ളുന്നു. ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് റാം നാരായൺ റാം ജപം ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കും എന്നതാണ്. അതിനാൽ റാം നാരായൺ റാം എന്ന് നിരന്തരം ഉച്ചരിച്ച് ജീവിതത്തിന് പുതിയ ദിശ നൽകൂ. വിജയവും സന്തോഷവും നിറഞ്ഞ ഒരു ദിശ. ഇപ്പോൾ കാലഘട്ടത്തിൽ എല്ലായിടത്തും സ്ഥിതിഗതികൾ മോശമായി മാറുകയാണ്. ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ശരി, എന്താണ് തെറ്റ്. ഒരാളുടെ ധർമ്മം അവൻ്റെ മനസ്സിലും ഹൃദയത്തിലുമാണ്. അതിനെ അദ്ദേഹം പിന്തുടരണം. ഒരാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങാൻ പോകുമ്പോൾ തനിക്കുള്ള കിടക്കയിൽ ഇരുന്ന് ധ്യാനം ചെയ്യണം. കാരണം ധ്യാനവും ഒരു തരത്തിലുള്ള പൂജയാണല്ലോ. നിങ്ങൾ തന്നെയാണ് അല്ലാഹുവിൻ്റെ ദാസൻ. നിങ്ങൾ തന്നെയാണ് ദൈവം. നിങ്ങൾ തന്നെ ഓർത്തെടുത്ത് നിങ്ങളുടെ ഉള്ളിൽ ചോദിക്കുക, ഞാൻ ആര്, എവിടെ നിന്ന് വന്നത്, എവിടേക്കാണ് പോകേണ്ടത്, മരണത്തിന് ശേഷം ഞാൻ എന്ത് കൊണ്ടുപോകും. ധ്യാനം ചെയ്യൂ. അത് നിങ്ങളെ പ്രകാശിപ്പിക്കും, ജ്ഞാനിയായി തീർക്കും, ഊർജം നൽകും. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ റാം നാരായൺ റാം എന്ന നാമത്തിൽ തന്നെ അഭിമുഖീകരിക്കലാണ്. കാരണം ഏകദേശം റാം നാരായൺ റാം എന്ന നാമമത്രേ നിങ്ങളുടെ കലങ്ങിയ ജീവിതത്തിന് ശരിയായ ദിശ നൽകാൻ കഴിയുന്ന ഒരു ശക്തിയാണ്. ഒരു വ്യക്തി ഈ നാമം ജപിക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തെ നന്നായി കാണാനുള്ള പുതിയ കാഴ്ചപ്പാട് ലഭിക്കും. ആ പുതിയ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തെ പുതിയ ഊർജവാനാക്കുന്നത്, വിജയത്തിലേക്ക് നയിക്കുന്നത്.